നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വീട്ടില് ഞാൻ ഈ പറയുന്ന ഭാഗത്ത് ചിലന്തി വല കാണുകയാണ് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വീട്ടില് ഞാൻ ഇന്നിവിടെ പറയുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഞാൻ ഇനി പറയാൻ പോകുന്ന ദോഷങ്ങൾ കാണുന്ന ഗ്രഹങ്ങളില് ആ ഗ്രഹത്തിന്റെ ഒരു വിശേഷപ്പെട്ട ഭാഗത്ത് അല്ലെങ്കിൽ ഒരു പ്രധാന ഭാഗത്ത് ചിലന്തി വല ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അവിടെ വല കെട്ടുമ്പോഴാണ് ആ കുടുംബത്തില് പല വിധത്തിലുള്ളതായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അല്ലെങ്കിൽ ആ കുടുംബത്തിലുള്ളവർക്ക് പല രീതിയിലുള്ള മനസമാധാനക്കേടുകളൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിന്റെ ആ ഒരു പ്രധാന ഭാഗത്ത്, ആ ഒരു പ്രത്യേക ഭാഗത്ത് ചിലന്തികൾ കൂടുകൂട്ടാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ ചിലന്തി വല കെട്ടാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ദിവസവും ആ ഒരു ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ചിലന്തി വല കെട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അത് അപ്പപ്പോൾ തന്നെ നീക്കം ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ വീട്ടിൽ ദോഷങ്ങളുണ്ട്, നിങ്ങൾ പലതരത്തിലുള്ള പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഭാഗത്ത് ചിലന്തി വല ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്കത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഞാൻ പറയുന്നത് എത്രമാത്രം ശരിയാണ് അല്ലെങ്കിൽ കൃത്യമാണ് എന്നുള്ള കാര്യം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ദോഷങ്ങളുണ്ട്, ചിലന്തി ദിവസവും ആ ഒരു ഭാഗത്ത് വല കെട്ടുന്നുണ്ട്, എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ദിവസവും അത് നീക്കം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെപ്പോലും അതിശയപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇല്ലാതാകും. നിങ്ങളുടെ പ്രതിസന്ധികൾ, നിങ്ങൾ അനുഭവിക്കുന്ന ആ ദുഃഖ ദുരിതങ്ങളെല്ലാം അകന്നു പോകുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഏതാണ് ആ ഭാഗം, നമ്മൾ ഏത് ഭാഗത്താണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നമുക്ക് ഇതുമൂലം വരുന്നത്, ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമുക്കറിയാം, നമ്മുടെ ഗ്രഹം, നമ്മുടെ വീട് എന്ന് പറയുന്നത് ഒരു ക്ഷേത്രമാണ് അല്ലെങ്കിൽ ഒരു ദേവാലയമാണ്. ആ ദേവാലയം വൃത്തിയോടും ശുചിയോടും കൂടി ഇരിക്കുമ്പോൾ മാത്രമാണ് അവിടെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നത്, ലക്ഷ്മി ദേവി കടന്നു വരുന്നത്. അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഗ്രഹത്തിൽ ഐശ്വര്യം വിളയാടുകയുള്ളൂ. എന്നാൽ നമ്മൾ എത്രയൊക്കെ വൃത്തിയാക്കിയാലും ഗ്രഹത്തിന്റെ ചില ഭാഗങ്ങളിൽ ചിലന്തികൾ വല കെട്ടാറുണ്ട്, അതുപോലെ അഴുക്കും പൊടിയും ഒക്കെ ഉണ്ടാകാറുണ്ട്. നമ്മുടെ വീട് വൃത്തിയില്ലാതെ ഇരുന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തെ സാരമായിട്ട് ബാധിക്കുന്നത് ചിലപ്പോഴെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പ്രത്യേകിച്ച് ഈ ചിലന്തി വല, ചിലന്തികള് വലയൊരുക്കുന്ന ഒരു ശീലം നമുക്ക് നമ്മുടെ ഗ്രഹത്തിൽ ചില പ്രധാന ഭാഗങ്ങളിൽ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് വൃത്തിയാക്കുന്നു, വീണ്ടും ഒരു 3-4 ദിവസം കഴിഞ്ഞ് അവിടെ നോക്കുമ്പോൾ വീണ്ടും അവിടെ ചിലന്തി വല. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പലർക്കും ഉണ്ടാവാറുണ്ട്. വീടിന്റെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഭാഗത്ത് അല്ലെങ്കിൽ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഭാഗത്ത് മാത്രമായിരിക്കും ഇത് കൂടുതലായിട്ട് കാണുന്നത്. വാസ്തുശാസ്ത്രം അനുസരിച്ച്, ഹൈന്ദവ വിശ്വാസങ്ങൾ അനുസരിച്ച് ഗ്രഹത്തിന്റെ ചില ഭാഗങ്ങളിൽ ചിലന്തി ഉണ്ടായിരിക്കുന്നത് അത്യധികം ദോഷപ്രദമായിട്ടുള്ള കാലഘട്ടങ്ങളിലാണ് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയങ്ങളിലാണ് നിങ്ങളുടെ വീട്ടില് ചിലന്തികൾ വല കൂട്ടുന്നത്, അല്ലെങ്കിൽ നമ്മൾ എത്രയൊക്കെ വൃത്തിയാക്കിയാലും വീണ്ടും വീണ്ടും വന്ന് വല കൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും ഇത് അശുഭകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ചില ദോഷ സമയത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഒരു തരത്തിലും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. കാരണം മുന്നറിയിപ്പുകളെ ശരിയായ വിധത്തിൽ തിരിച്ചറിഞ്ഞ് കൃത്യമായിട്ടുള്ള പരിഹാരം ചെയ്യുന്നതിലൂടെ ആ ദോഷങ്ങളെയൊക്കെയും തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്താനായിട്ട് അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ദോഷങ്ങൾ നിങ്ങളുടെ ഗ്രഹത്തിൽ ഉണ്ടെങ്കിൽ അതിന് ചെയ്യേണ്ടുന്ന പരിഹാരത്തെ കുറിച്ചുകൂടി ഞാൻ ഇന്നിവിടെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ചിലന്തി വല അശുഭകരമാണെന്ന് പറയുന്നത്? ചിലന്തി വല എന്ന് പറയുന്നത് അലസതയുടെയും മുരടിപ്പിന്റെയും പ്രതീകമാണ് എന്നുള്ളതാണ്. നമുക്ക് ചുറ്റുമുള്ള ഓരോ വസ്തുക്കളും ഓരോന്നിന്റെയും പ്രതീകമാണ്. അലസത, മുരടിപ്പ്, ഈ ഒരു ഗുണം അല്ലെങ്കിൽ ഈ ഒരു ഫലമാണ് ചിലന്തി വല പ്രധാനമായിട്ട് നമുക്ക് സമ്മാനിക്കുന്നത്. ഒരു സ്ഥലത്ത് ചലനമില്ലാതിരിക്കുമ്പോഴാണ് അവിടെ ചിലന്തി വല കെട്ടുന്നത്. അപ്പൊ ഇങ്ങനെ ചിലന്തി വല കെട്ടിക്കഴിഞ്ഞാൽ അവിടെ ഊർജത്തിന്റെ പ്രവാഹമില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ചിലന്തി വല കെട്ടിക്കഴിഞ്ഞാൽ അവിടെ പോസിറ്റീവ് എനർജി വരികയില്ല, മറിച്ച് നെഗറ്റീവ് എനർജി വർദ്ധിക്കാനായിട്ട് ആരംഭിക്കുകയും ചെയ്യും. നെഗറ്റീവ് എനർജി വർദ്ധിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും
ദുരന്തങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. ഇനി ജ്യോതിഷപരമായിട്ട് ഈ മാറാല, അഴുക്ക്, പൊടി ഇതൊക്കെ തന്നെ, അല്ലെങ്കിൽ ചിലന്തി വല, ഇതൊക്കെ തന്നെ രാഹു എന്ന ഗ്രഹവുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തിയാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ ഗ്രഹത്തിൽ അധികമായിട്ട് ചിലന്തി വല കാണുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നിങ്ങളുടെ ഗ്രഹത്തിലോ നിങ്ങൾക്കോ നിങ്ങളുടെ ഗ്രഹത്തിൽ വസിക്കുന്ന അംഗങ്ങൾക്കോ രാഹുവിന്റെ ദോഷമുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും നിങ്ങളുടെ ഗ്രഹത്തിന് രാഹുദോഷമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രഹത്തിലെ അധികം പേർക്കും രാഹുദോഷമുണ്ട് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ എത്ര വൃത്തിയാക്കിയാലും പെട്ടെന്ന് അഴുക്കടിയുക, അതേപോലെ തന്നെ പൊടിയടിക്കുക, ഇതൊക്കെ രാഹുദോഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു ദോഷമുണ്ട് എന്നുള്ള ഒരു സൂചന പ്രകൃതി നമുക്ക് നൽകുന്നതാണ്. അപ്പൊ രാഹുവിന്റെ ദോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ കുടുംബങ്ങൾക്കിടയിൽ പരസ്പര ഐക്യമില്ലാത്ത ഒരു അവസ്ഥ, ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുക, അലസത ഉണ്ടാവുക, വീട്ടിലുള്ള ആളുകൾക്ക് ജോലിക്കൊന്നും പോകാൻ സാധിക്കാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ അലസത ഉണ്ടാവുക, കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ കാലതാമസം ഉണ്ടാവുക. അപ്പൊ ഇതൊക്കെ രാഹുദോഷത്തിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ്. ഇനി മറ്റൊന്ന്, ആ ഒരു ഗ്രഹത്തില് അല്ലെങ്കിൽ ചിലന്തി വല നമുക്ക് എവിടെയാണോ കാണാൻ സാധിക്കുക അവിടെ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മഹാലക്ഷ്മി അവിടെ നിന്നും പടിയിറങ്ങിപ്പോയി എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, ലക്ഷ്മി ദേവി, മഹാലക്ഷ്മി ദേവി എപ്പോഴും ശുദ്ധിയുള്ളിടത്ത്, വൃത്തിയുള്ളിടത്ത് മാത്രമേ വസിക്കുകയുള്ളൂ. മഹാലക്ഷ്മി ദേവി ആരിലും അങ്ങനെ അധികകാലം നിലനിൽക്കില്ല എന്നുള്ളതാണ്. നിത്യവും ദേവിയെ ഉപാസിക്കുന്നതിലൂടെ, ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിന് നിരന്തരം ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലൂടെ, കഠിനമായിട്ട് അധ്വാനിക്കുന്നതിലൂടെ, അതുപോലെ തന്നെ പോസിറ്റീവ് മെന്റാലിറ്റി വെച്ച് പുലർത്തുന്നവരോടൊപ്പം മാത്രമേ മഹാലക്ഷ്മി ദേവി വസിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇതൊക്കെ ചെയ്തിട്ട് ഒരു ദിവസം അലസനായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ലക്ഷ്മി ദേവി അയാളെ വിട്ട് മറ്റൊരു വ്യക്തിയിലേക്ക്, അല്ലെങ്കിൽ ഭഗവതിക്ക് പ്രിയപ്പെട്ട ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെയുള്ള മറ്റൊരാളെ തേടി പോകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ വൃത്തിയും ശുദ്ധിയും ഇല്ലാത്ത ഒരാള്, മറ്റെല്ലാ കാര്യങ്ങളുമുണ്ട്, മറ്റെല്ലാ ഗുണങ്ങളുമുണ്ട്, വൃത്തിയില്ല, അങ്ങനെയാണെങ്കിലും ലക്ഷ്മി ദേവി അവർക്കൊപ്പം വസിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും നമ്മുടെ വീട് വൃത്തിയാക്കാൻ നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റു ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്നതായാലും അതുപോലെ തന്നെ അതിനായിട്ട് ബുദ്ധിമുട്ടുന്നതായാലും ഒക്കെയും വ്യർത്ഥമാണ്. അതായത് അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം, എപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകളിലും ഒരിക്കലും മഹാലക്ഷ്മി ദേവി വസിക്കില്ല എന്നുള്ളതാണ്. എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് ജീവിതത്തിൽ മുന്നേറണം, ഇങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകളിൽ മാത്രമേ മഹാലക്ഷ്മി ദേവി ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ കഠിനമായിട്ട് അധ്വാനിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തി നിഷ്പക്ഷമായിട്ടുള്ള കർമ്മങ്ങൾ അത് കൃത്യമായിട്ട് അനുഷ്ഠിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള വ്യക്തികളിൽ മാത്രമേ മഹാലക്ഷ്മി ദേവി വസിക്കുകയുള്ളൂ. ഈ കാര്യങ്ങൾ നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. ഇനി അടുത്തതായിട്ട്, അതുപോലെ തന്നെ ഏത് ഭാഗത്ത്, നമ്മുടെ ഗ്രഹത്തിന്റെ ഏത് ഭാഗത്ത് ചിലന്തി വല കാണുന്നതാണ് ഏറ്റവും ദോഷകരമായിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ ഏത് ഭാഗത്ത് ചിലന്തി വല കാണുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. ഇതിൽ ഏറ്റവും ആദ്യത്തെ സ്ഥാനം എന്ന് പറയുന്നത്, ഒന്നാമത്തെ സ്ഥാനം എന്ന് പറയുന്നത് നിങ്ങളുടെ പൂജാമുറിയാണ്. എല്ലാ വീടുകളിലും പൂജാമുറി ഉണ്ടായിരിക്കില്ല, പക്ഷെ നമുക്ക് എല്ലാ വീട്ടിലും നിലവിളക്ക് തെളിയിക്കുന്ന ഒരു സ്ഥാനം ഉണ്ടാകും. വൃത്തിയോടുകൂടി നമ്മളെല്ലാം സെറ്റാക്കി വെച്ച ഒരു ഭാഗത്തായിരിക്കും നമ്മൾ നിലവിളക്ക് വയ്ക്കുന്നത്. ആ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ പൂജാമുറിയിൽ ഈ പറഞ്ഞതുപോലെ ചിലന്തി വല കെട്ടുന്നുണ്ടെങ്കിൽ അത് അതീവ ദോഷകരമായിട്ടുള്ള കാര്യമാണ്. ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾ ചിലന്തി വല കാണുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉടനടി തന്നെ നിങ്ങളത് മാറ്റേണ്ടതായിട്ടുണ്ട്. ഇനി രണ്ടാമതായിട്ട്, നമ്മുടെ ഗ്രഹത്തിന്റെ വടക്ക് കിഴക്കേ മൂലയിൽ, അതായത് ഈശാന മൂല എന്നാണ് ഇതിന് പറയുന്നത് അല്ലെ, ഈ ഒരു ഭാഗത്തും ചിലന്തി വല വരാൻ പാടില്ല എന്നുള്ളതാണ്. ഈശാനമൂല എന്ന് പറയുന്നത് ദൈവികമായിട്ടുള്ള ഊർജം പ്രവഹിക്കുന്ന ഒരു ഭാഗമാണ്. വാസ്തുശാസ്ത്രം അനുസരിച്ച് ഈശാനമൂലയിലൂടെയാണ് ഊർജം നമ്മുടെ ഗ്രഹത്തിന്റെ ഉള്ളിലേക്ക് കടന്നു വരികയും അത് കന്നിമൂലയിലൂടെ അല്ലെങ്കിൽ നീതികോണിലൂടെ പുറത്തേക്ക് പോവുകയും ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ പൂജാമുറി നമ്മുടെ ഗ്രഹത്തിന്റെ ഹൃദയഭാഗം എന്നുള്ളതാണ്. അവിടെ ചിലന്തി വല വരുന്നത് നമ്മുടെ പ്രാർത്ഥനകൾ ഫലിക്കാതെ പോകാൻ കാരണമാകും, അല്ലെങ്കിൽ ഈശ്വരാധീനം ആ ഒരു കാലയളവിൽ കുറവായിരിക്കും, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് നൽകുന്നത്. ഗ്രഹത്തില് ദൈവിക ചൈതന്യം കുറയുന്നു എന്നൊക്കെയുള്ള സൂചനകൾ നൽകുന്നത്. അതുകൊണ്ടാണ് ഈ രണ്ട് ഭാഗങ്ങളിലും നമ്മൾ ചിലന്തി വല വരാൻ പാടില്ല എന്ന് പറയുന്നത്. ഈ രണ്ട് ഭാഗങ്ങളും നിങ്ങൾ ദിവസവും വൃത്തിയാക്കിയിരിക്കണം.
നിങ്ങളുടെ കണ്ണിൽ ഒരു ദിവസം അവിടെ ചിലന്തി വല ഉണ്ട് എന്നുള്ളത് പെട്ടുകഴിഞ്ഞാൽ നിങ്ങൾ നിത്യവും അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം. ചിലപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, നമ്മൾ ഇന്ന് വൃത്തിയാക്കുന്നു ഈ പറഞ്ഞ പൂജാമുറിയിൽ അല്ലെങ്കിൽ ഈശാന മൂലയിൽ ചിലന്തി വല കെട്ടിയിരിക്കുന്നു, ഇന്ന് നമ്മൾ വൃത്തിയാക്കി, വീണ്ടും നാളെ നോക്കുന്ന സമയത്ത് നാളെ വീണ്ടും അവിടെ ചിലന്തി വല കാണാം. അത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ദോഷത്തിന്റെ കാഠിന്യത്തെയാണ്. അപ്പൊ നിങ്ങൾ ദിവസവും ഇതാരാണ് ക്ലീൻ ചെയ്യേണ്ടത് എന്ന് കരുതി വിട്ടു കഴിഞ്ഞാൽ ആ ദോഷം കൂടുകയേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ദിവസവും അത് ക്ലീൻ ചെയ്യുക. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങൾ ഇല്ലാതാകും. ഇനി ഈ പറഞ്ഞതുപോലെ ചിലന്തി വല കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ദോഷം ഇല്ലാതാക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞായറാഴ്ചയോ അല്ലെങ്കിൽ അമാവാസിയോ, എല്ലാ ഞായറാഴ്ചയും അല്ലെങ്കിൽ എല്ലാ അമാവാസിയിലും നമ്മുടെ ഗ്രഹം വൃത്തിയാക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ദിവസമാണ് എന്നുള്ളതാണ്. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് മധ്യാഹ്നം വരെയുള്ള സമയം, അതായത് ഉച്ച വരെയുള്ള സമയമാണ് ഏറ്റവും ഐശ്വര്യപ്രദം എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ വീട് വൃത്തിയാക്കുകയാണ്, മാറാല അടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ ആ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം നമ്മുടെ ഗ്രഹത്തിൽ എപ്പോഴും ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി നമ്മുടെ ഗ്രഹത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ ഈ പറയുന്നതായിട്ടുള്ള ചിലന്തി വല കണ്ടു എന്നിരിക്കട്ടെ, അതിനെ നീക്കം ചെയ്ത ശേഷം അല്പം ഗംഗാജലം തളിക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു പരിഹാരം. അല്ലെങ്കിൽ കടൽ വെള്ളമുണ്ടെങ്കിൽ അത് തളിച്ചാലും മതി. ഇനി കടൽ വെള്ളവും ഇല്ല എങ്കിൽ കല്ലുപ്പും മഞ്ഞൾപ്പൊടിയും കൂടി കലർത്തി അത് നിങ്ങൾ തളിച്ചു കൊടുക്കുക. ഇനി മൂന്നാമതായിട്ട് ചെയ്യേണ്ട പരിഹാരം, സന്ധ്യാസമയങ്ങളിൽ നമ്മൾ വിളക്ക് തെളിയിച്ചതിന് ശേഷം ആരാധനയുടെ ഭാഗമായിട്ട് കർപ്പൂരം തെളിയിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ദിവസവും ചെയ്തു കഴിഞ്ഞാൽ അതും നമ്മുടെ ഈ ഒരു പ്രശ്നങ്ങളെയെല്ലാം ഇല്ലാതാക്കും. ഇനി ഈ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും സന്ധ്യാസമയത്ത് നിങ്ങൾക്ക് കർപ്പൂരം തെളിയിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഈ ലക്ഷണങ്ങൾ കാണുന്ന ദിവസം, അതായത് ആ ഒരു മൂലകളിൽ ചിലന്തി വല കാണുകയാണ്, നിങ്ങളത് വൃത്തിയാക്കി അന്നത്തെ ദിവസമെങ്കിലും നിങ്ങൾ സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിച്ച ശേഷം കർപ്പൂര ആരതി ഒഴിയുക. കാരണം കർപ്പൂരം നെഗറ്റിവിറ്റിയെ ഇല്ലാതാക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് ഊർജത്തെ നമ്മുടെ ഗ്രഹത്തിൽ നിന്നും തുരത്തുന്ന ഒരു കാര്യമാണ് കർപ്പൂര ആരതി ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ളൊരു പരിഹാരം നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീട്ടിൽ ഈ പറഞ്ഞതുപോലെ ചിലന്തി വല കെട്ടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും പരിഹാരങ്ങൾ കൂടെ ചെയ്യുക. വളരെ നിസ്സാരമായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ സാധിക്കുന്ന പരിഹാരങ്ങളാണ് അല്ലെ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.